വ്യക്തി നാമങ്ങളിൽ അറിയപ്പെടുന്നതായ പുസ്തകങ്ങളിൽ ആദ്യത്തെ പുസ്തകമാണ് യോശുവയുടെ പുസ്തകം. വേദപുസ്തക ഗ്രന്ഥങ്ങളുടെ പ്രത്യേകതകൾ അനുസരിച്ച് പഠിതാക്കൾ ഗ്രന്ഥങ്ങളെ പ്രത്യേക വിഭാഗങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്. അതിൽ ആദ്യത്തെ 5 പുസ്തകങ്ങൾ ഞാൻ സൂചിപ്പിച്ചതുപോലെ പഞ്ചഗ്രന്ഥങ്ങൾ എന്നറിയപ്പെടുന്നു. പിന്നീടുള്ളതായിരിക്കുന്ന 12 പുസ്തകങ്ങളെ ചരിത്ര ഗ്രന്ഥങ്ങൾ, ഹിസ്റ്റോറിക്കൽ ബുക്സ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അങ്ങനെയുള്ളതായ ചരിത്ര ഗ്രന്ഥങ്ങളുടെ ആദ്യത്തെ പുസ്തകം കൂടിയാണ് ഈ യോശുവയുടെ പുസ്തകം. ഈ ഗ്രന്ഥം യോശുവയുടെ പേരിൽ അറിയപ്പെടുന്നതിന് പ്രധാന കാരണം, ഇസ്രായേൽ മക്കളെ മോശ മരുഭൂമിയിൽ കൂടെ നയിച്ചു എങ്കിലും വാഗ്ദത്ത നാടായിരിക്കുന്ന കനാനിൽ അവരെ എത്തിച്ചത് യോശുവ ആയിരുന്നു. ഇസ്രായേൽ മക്കളുടെ വിമോചനവും മരുഭൂമി പ്രയാണവും സമാപിക്കുന്നത് കനാനിലാണ്. ഈ ചരിത്ര സംഭവത്തിന് അവസാന അധ്യായത്തിന് നേതൃത്വം കൊടുത്തതായിരിക്കുന്ന വ്യക്തിയാണ് യോശുവ. അതുകൊണ്ട് യോശുവയുടെ ചരിത്രവുമായിട്ട് ഈ പുസ്തകം വളരെയധികം ബന്ധപ്പെട്ടിരിക്കുന്നു. ഈ ഗ്രന്ഥം മനസ്സിലാക്കുന്നതിന് മുൻപ് യോശുവ എന്ന വ്യക്തിയെക്കുറിച്ചുള്ളതായ ഒരു സാമാന്യമായിരിക്കുന്ന അറിവ് നമുക്ക് വളരെ ആവശ്യമായിരിക്കുന്ന സംഗതിയാണ്. എഫ്രീം ഗോത്രത്തിൽ നൂനിന്റെ മകനായിരുന്നു യോശുവ. ആദ്യ പേര് ഹോശിയ എന്നായിരുന്നു. സംഖ്യാപുസ്തകം 13-ാം അധ്യായത്തിന്റെ 8-ാം വാക്യത്തിൽ നമ്മൾ അത് കാണുന്നുണ്ട്. വാക്യം വായിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് അത് പറയുക മാത്രം. ഹോശിയ എന്ന പേരായിരുന്നു. എന്നാൽ മോശ ആ പേര് മാറ്റി യോശുവ എന്നാക്കി. സംഖ്യാപുസ്തകം 13:16 അത് കാണുന്നുണ്ട്. അതായത് ഹോശിയ എന്ന പേര് മോശയാണ് യോശുവ എന്ന പേരാക്കി മാറ്റിയത്. 2 പേരിനും രക്ഷകൻ എന്നതായിരിക്കുന്ന അർത്ഥമുണ്ട്. എന്നാൽ യോശുവ എന്നതിന് യഹോവ രക്ഷകൻ എന്ന അർത്ഥമാണ് നൽകിയിരിക്കുന്നത്. ഇത് വളരെ ശ്രദ്ധേയമായ കാര്യമാണ്. ഹോശിയ യോശുവ എന്നുള്ളതായിരിക്കുന്ന വാക്കിന് രക്ഷകൻ എന്ന അർത്ഥമെങ്കിലും യോശുവ എന്നതായിരിക്കുന്ന വാക്കിന് കൂടുതലായ അർത്ഥം നൽകിയിരിക്കുന്നത് യഹോവ രക്ഷകൻ എന്നതായിരിക്കുന്ന അർത്ഥമാണ്. ഗ്രീക്കിൽ യേശു എന്ന പേരിന്റെ എബ്രായ രൂപമാണ് യോശുവ. ശ്രദ്ധിക്കുക, ഗ്രീക്ക് ഭാഷയിൽ യേശു എന്നുള്ളതായിരിക്കുന്ന വാക്കിന്റെ എബ്രായ പേരാണ് യോശുവ എന്നുള്ള വാക്ക്. അതായത് യേശുക്രിസ്തുവിന്റെ നാമം ബന്ധപ്പെട്ടിരിക്കുന്നത് യോശുവ എന്നതായിരിക്കുന്ന ചരിത്ര പുരുഷനിൽ കൂടിയാണ്. അതായത് യേശുവിന്റെ പേരിന് ആധാരമായ വ്യക്തിയാണ് യോശുവ എന്ന വസ്തുത നാം വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കണം. അതുകൊണ്ട് പുതിയ നിയമ ചരിത്രത്തിലും ഈ യോശുവയ്ക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. കനാൻ ദേശം ജയിച്ചടക്കിയത് യോശുവയുടെ നേതൃത്വത്തിലാണ്. എന്നാൽ യഥാർത്ഥ ജേതാവ് ദൈവമാണ്. അതിനാലാണ് യഹോവ രക്ഷകൻ എന്ന വാക്കിന് വിശാലമായ അർത്ഥം നൽകി ഈ പഴയ നിയമത്തിൽ രേഖപ്പെടുത്തുവാനായിട്ട് ശ്രമിക്കുന്നത്. യോശുവ എന്ന വ്യക്തിയെ കേന്ദ്രീകരിച്ച് രചിക്കപ്പെട്ടതിനാൽ യോശുവയെ കുറിച്ചുള്ളതായിരിക്കുന്ന അറിവ് അനിവാര്യമാണ്. എഫ്രീം ഗോത്രത്തിൽ ഉൾപ്പെട്ട ഒരു പടനായകനായിട്ടാണ് ആദ്യമായി യോശുവയെ നാം കാണുന്നത്. വാക്യങ്ങൾ എടുത്ത് വായിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് നിങ്ങൾ പഠിക്കുമ്പോൾ ആ വാക്യങ്ങൾ ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. പ്രത്യേകിച്ച് സംഖ്യാപുസ്തകത്തിൽ കാണുന്നുണ്ട്. യോശുവയെ ഒരു പടയാളിക്ക് വേണ്ടതായിരിക്കുന്ന എല്ലാ യോഗ്യതയുമുള്ളതായ വ്യക്തിയായി മോശ കണ്ടതുകൊണ്ടാണ് യോശുവയെ ഒരു പടനായകനായി തെരഞ്ഞെടുത്തത്. അമാലേക്കരോടുള്ളതായിരിക്കുന്ന യുദ്ധത്തിനാണ് ഈ തെരഞ്ഞെടുപ്പ് നടത്തിയത്. ഇവിടെയാണ് ആദ്യമായി യോശുവയെ നാം കാണുന്നത്. തുടർന്ന് നമ്മൾ യോശുവയുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ മോശയുടെ വിശ്വസ്ത ശുശ്രൂഷകനായി യോശുവ പ്രവർത്തിക്കുന്നു. മോശയോടുകൂടെ ഉള്ളതായിരിക്കുന്ന പ്രവർത്തനവും അതിൽ ലഭ്യമായിരിക്കുന്ന പരിശീലനവും യോശുവയെ ഉന്നതനാക്കി എന്ന് പറയുന്നതിന് യാതൊരു സന്ദേഹവും ആവശ്യമില്ല. കാരണം മോശയോടുകൂടെ നടന്ന് മോശയെ അടുത്ത് അറിഞ്ഞ് മോശയുടെ എല്ലാ പ്രത്യേകതകളെയും ഭംഗിയായി മനസ്സിലാക്കിയ ഒരു വ്യക്തിത്വമാണ് യോശുവ. ദൈവ സംസർഗത്തിന്റെ ഇടമായ സമാഗമന കൂടാരത്തെ വിട്ടുപിരിയാതെ യോശുവ നിലകൊണ്ടു എന്ന് എഴുതുന്നുണ്ട്.
ഇത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ദൈവ സംസർഗത്തിന്റെ പ്രതീകമായ സമാഗമന കൂടാരത്തെ വിട്ടുപിരിയാതെ നിന്നതായ ഒരാളായിരുന്നു യോശുവ. അത് കാണിക്കുന്നത് യോശുവയുടെ ആരാധനാ തൽപരതയാണ്. ദൈവത്തോട് മോശ ഒരു സ്നേഹിതനെ പോലെ സംസാരിച്ചു എന്നുള്ളതായിരിക്കുന്ന വാക്ക് നാം കാണുന്നുണ്ട്. അപ്പോൾ അതിന്റെ അർത്ഥം ദൈവവും മോശയും തമ്മിലുള്ളതായിരിക്കുന്ന ആഴമായ ബന്ധമാണ്. ഇതെല്ലാം വളരെ ഭംഗിയായി മനസ്സിലാക്കി ഗ്രഹിച്ച് അതിൻ പ്രകാരം നേതൃത്വം കേന്ദ്രീകരിക്കപ്പെട്ടതായിരിക്കുന്ന ഒരു വ്യക്തിത്വമാണ് യോശുവ. പെട്ടെന്ന് മുൻപോട്ട് യോശുവയുടെ ചരിത്രത്തിൽ കൂടെ കടന്നു പോകട്ടെ. ഈ കനാൻ ദേശം ഒറ്റുനോക്കുവാനായിട്ട് മോശ 12 പേരെ അയക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഈ 12 എന്നതായ സംഖ്യ ചില അർത്ഥങ്ങളൊക്കെ ഉള്ളതാണ്. ഈ ബിബ്ലിക്കൽ ന്യൂമറോളജി, അതായത് വേദപുസ്തക സംഖ്യാശാസ്ത്രത്തിൽ ഈ സംഖ്യകൾക്കൊക്കെ വലിയ പ്രാധാന്യമുണ്ട്. എന്നാൽ ആ സംഖ്യയുടെ പ്രാധാന്യം ഞാൻ ഇപ്പോൾ ഇവിടെ വിശദീകരിക്കാൻ സമയം അനുവദിക്കാത്തത് കൊണ്ട് 12 പേരെ അയച്ചു എന്നതായ വൃത്താന്തം മാത്രം നാം അറിയണം. അവിടെ നമ്മൾ വായിക്കുമ്പോൾ നമ്മെ അതിശയിപ്പിക്കുന്നതായ ഒരു കാര്യം, ഈ അയച്ചതായിരിക്കുന്ന 12 പേരിൽ 10 പേരും ഈ കനാൻ ദേശത്ത് പോകാനായിട്ട് നമുക്ക് കഴിയുകയില്ല എന്ന നിഷേധാത്മകമായ സമീപനമാണ് ഈ ഒറ്റുകാരല്ലെങ്കിൽ ഡെപ്യൂട്ടേഷനായിട്ട് അയച്ചതായിരിക്കുന്ന ആളുകളുടെ മറുപടിയായി വന്നത്. അത് അസാധ്യമാണ്. അവർ മുഴുവൻ കണ്ടത് അസാധ്യമായ കാര്യങ്ങളാണ്. അമാലേക്യ മല്ലന്മാരൊക്കെ ഉണ്ട്. അവിടെയുള്ളതായിരിക്കുന്ന പ്രശ്നങ്ങളെ മാത്രമാണ് 10 പേര് അവതരിപ്പിച്ചത്. എന്നാൽ വളരെ ശ്രദ്ധേയമായ ഒരു വസ്തുത, ഈ 10 പേര് അസാധ്യമെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പ്രത്യേകമായി കാണുന്നുണ്ട്, യോശുവയും കാലേബും പറയുന്നുണ്ട് നമുക്കത് സാധ്യമാണ്. എങ്ങനെയാണ് സാധ്യമാകുന്നത്? ദൈവത്താൽ നമുക്ക് സാധ്യമാകുന്നു. അപ്പോൾ ഭൂരിപക്ഷം ആളുകളും അസാധ്യമെന്ന് പറഞ്ഞതായിരിക്കുന്ന സ്ഥാനത്ത് 12 പേരിൽ 2 പേരായിരിക്കുന്ന യോശുവയും കാലേബും പറയുന്നു, ദൈവത്തോടുകൂടെ ദൈവം വാഗ്ദാനം ചെയ്തതായിരിക്കുന്ന ആ ഭൂമിയിൽ നമുക്ക് പ്രവേശിക്കാനായിട്ട് സാധ്യമാകും. ഇത് യോശുവയുടെ ഒരു വലിയ പ്രത്യേകതയാണ്. എല്ലാവരും അസാധ്യമെന്ന് പറഞ്ഞപ്പോൾ ദൈവത്താൽ സാധ്യമാകുമെന്നുള്ളതായിരിക്കുന്ന യോശുവയുടെ വിശ്വാസവും ധീരതയും ഇവിടെ കാണുന്നുണ്ട്. പെട്ടെന്ന് മുൻപോട്ട് വരട്ടെ. പിന്നീട് നമ്മൾ ഒരു സംഭവം കാണുന്നത്, ഈ മോശ 40 ദിവസം സീനായ് പർവ്വതത്തിൽ പ്രാർത്ഥിക്കാനായിട്ട് പോകുമ്പോൾ ഈ താഴ്വരയിലുള്ളതായിരിക്കുന്ന ജനങ്ങൾ വന്ന് അഹറോനോട് പറയുന്നുണ്ട്, ഞങ്ങളെ നയിച്ചതായിരിക്കുന്ന മോശയെ കാണാനായിട്ടില്ല, അതുകൊണ്ട് ഞങ്ങൾക്കൊരു ദൈവത്തെ നീ കാണിച്ചു തരണം, ഒരു ലീഡർഷിപ്പ് കാണിച്ചു തരണമെന്ന് പറയുമ്പോൾ അഹറോൻ ചെയ്യുന്നതായിരിക്കുന്ന ഒരു കാര്യം, അവൻ കാളക്കുട്ടിയെ ഉണ്ടാക്കി ഇതാണ് നിങ്ങളെ നയിച്ചതായ ദൈവം എന്ന് പറഞ്ഞ് കാളക്കുട്ടിയുടെ മുമ്പിൽ ആരാധനയും പാട്ടും നൃത്തങ്ങളും ആഘോഷങ്ങളും ഒക്കെ നടത്തുന്നുണ്ട്. ഇത് ഇസ്രായേൽ ചരിത്രത്തിൽ വളരെ ദുഃഖകരമായ ഒരു അനുഭവമാണ്. അവരെ മിസ്രൈമ്യ ദാസ്യത്വത്തിൽ നിന്ന് വിടുവിച്ചത് കാളക്കുട്ടിയല്ല, സാക്ഷാൽ ജീവനുള്ളതായ ദൈവമാണ്. അപ്പോൾ ഈ ജനങ്ങളെല്ലാം ഈ അഹറോന്യ മതത്തിൽ വിശ്വസിച്ച് അവിടെ ആഘോഷങ്ങളും കാളക്കുട്ടിയുടെ മുമ്പിൽ ആരാധിക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ വളരെ സവിശേഷമായി കാണേണ്ട ഒരു പ്രത്യേകത, യോശുവ ആ ആരാധകരുടെ കൂട്ടത്തിൽ നിന്ന് മാറി നിന്നതായിരിക്കുന്ന ഒരാളാണ്. അതായത് കാളക്കുട്ടിയെ ആരാധിക്കുന്നവരോട് എതിർത്ത് നിൽക്കുകയും അതിനോട് അനുകൂലിക്കാതിരിക്കുകയും ചെയ്തതായിരിക്കുന്ന ആളാണ്. അതുമാത്രമല്ല, മോശ ഈ സീനായി പർവ്വതത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ഈ വസ്തുതകൾ മുഴുവൻ മോശയോട് വ്യക്തമായി വെളിപ്പെടുത്തുന്നതും യോശുവയാണ്. അപ്പോൾ യോശുവയുടെ സവിശേഷതകളാണ് പറയുന്നത്. കനാൻ നാട്ടിലേക്ക് ജനത്തെ ഒരുക്കി അയച്ചത് യോശുവാണ്. കനാൻ വിഭജിച്ച് നൽകാനായിട്ട് ദൈവം തിരഞ്ഞെടുത്തതായ വ്യക്തിത്വമാണ് ഈ യോശുവ എന്ന് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. യോശുവയുടെ ജീവിതം നമ്മൾ പരിശോധിക്കുന്നതായ അവസരത്തിൽ ദൈവത്തിന്റെ അത്ഭുതകരമായിരിക്കുന്ന നിയോഗം യോശുവയിൽ കാണുന്നുണ്ട്. ഒരർത്ഥത്തിൽ പറയുകയാണെങ്കിൽ മിസ്രൈമ്യ സമൂഹത്തിൽ അടിമകളായിരുന്ന ഒരടിമയ്ക്ക് ജനിച്ചതായിരിക്കുന്ന മകനായിരുന്നു യോശുവ. അടിമയ്ക്ക് ജനിച്ചെന്ന് എഴുതിയിട്ടില്ലെങ്കിലും അടിമകളായിരുന്ന സമയത്ത് അവിടെ ജനിച്ച ആളുകളെയൊക്കെ അടിമകളായിട്ടാണ് കണ്ടിരുന്നത്. എന്നാൽ വാഗ്ദത്ത നാട്ടിൽ എത്തുമ്പോൾ
ഒരു വീരയോദ്ധാവായിട്ടാണ് നമ്മൾ യോശുവയെ കാണുന്നത്. അപ്പോൾ ദൈവം സകല അടിമത്തത്തിൽ നിന്ന് വിമോചിപ്പിച്ച് യോശുവയെ ശ്രേഷ്ഠനാക്കി തീർത്തു. ഇത് തന്നെ മോശയുടെ അനുഭവത്തിലും കാണുന്നുണ്ട്. ഈജിപ്ഷ്യൻ കൊട്ടാരത്തിൽ വളർത്തപ്പെട്ടു എങ്കിലും മോശ ഈ മിസ്രൈമ്യ ജനതയോട് ചേരാതെ തന്റെ പ്രിയപ്പെട്ടവരോട് ചേർന്ന് അവർക്ക് നേതൃത്വം കൊടുക്കുന്ന വ്യക്തിയായിട്ട് തീരുന്നു. അപ്പോൾ ഉജ്ജ്വലമായിരിക്കുന്ന ഒരു മാതൃക നമുക്ക് യോശുവയിൽ കാണുന്നുണ്ട്. യോശുവയുടെ പുസ്തകത്തിന്റെ ആരംഭത്തിൽ ദൈവം യോശുവയോട് പറയുന്ന ഒരു വാചകമുണ്ട്. വളരെ ശ്രദ്ധേയമായിരിക്കുന്ന വാചകമാണ്. അതായത്, എന്റെ ദാസനായ മോശ മരിച്ചു എന്നാണ് പറയുന്നത്. വേദപുസ്തകത്തിൽ ദൈവം പല സ്ഥാനങ്ങളിലും എന്റെ എന്നുള്ള വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. എന്നാൽ ഒരു വ്യക്തിയുടെ മരണവുമായി എന്റെ എന്ന് വേദപുസ്തകത്തിൽ കാണുന്ന ഏക ഭാഗം ഇതാണ്. അതായത്, ദൈവം പറയുന്നു, എന്റെ ദാസനായിരിക്കുന്ന മോശ മരിച്ചു. ആ വാക്ക് ദൈവം പറയുമ്പോൾ ദൈവവും മോശയും തമ്മിലുള്ളതായിരിക്കുന്ന ആഴമായ ദൈവികമായ ബന്ധത്തെയാണ് അത് കാണിക്കുന്നത്. ഇത് യോശുവയോട് ദൈവം പറയുന്നതിന്റെ കാരണം ശ്രദ്ധേയമായിരിക്കുന്ന ഒന്നാണ്. ഇതുപോലെയുള്ളതായിരിക്കുന്ന ഒരു ബന്ധമായിരുന്നു ഈ മോശയും ദൈവവും തമ്മിൽ ഉണ്ടായിരുന്നത്. അതുപോലെ യോശുവയുടെയും ജീവിതത്തിൽ ആഴമായ ഒരു ദൈവിക ബന്ധം ഉണ്ടാകണമെന്നുള്ളതായ ദൈവത്തിന്റെ ഉദ്ദേശ്യമാണ് ഈ വാക്കുകളിൽ കൂടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇത് വളരെ പ്രധാനപ്പെട്ടതായ ഒരു കാര്യമാണ്. എങ്കിലും നമ്മൾ കാര്യങ്ങളെ മനസ്സിലാക്കുമ്പോൾ വേദപുസ്തക പഠിതാക്കളെ ഒരല്പം അസ്വസ്ഥമാക്കുന്ന ഒരു പ്രശ്നമുണ്ട്. അതായത്, എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൽ പഴയ നിയമത്തിലുള്ളതായിരിക്കുന്ന വിശ്വാസ വീരന്മാരുടെ പട്ടിക കൊടുക്കുന്നുണ്ട്. നമ്മളൊന്ന് വായിച്ചു നോക്കിയാൽ അത് കാണാനായിട്ട് സാധിക്കും. എന്നാൽ ഈ വിശ്വാസ വീരന്മാരുടെ പട്ടികകളുടെ കൂട്ടത്തിൽ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, യോശുവയുടെ പേര് എബ്രായ ലേഖന കർത്താവ് എഴുതിയിട്ടില്ല. ഇത് വേദപുസ്തക പഠിതാക്കളെ ഒരല്പം അസ്വസ്ഥമാക്കുന്നതായ ഒരു പ്രശ്നമാണ്. എന്തുകൊണ്ടാണ് പഴയ നിയമത്തിലെ വിശ്വാസ വീരന്മാരായിരിക്കുന്ന ആളുകളുടെ പട്ടികയുടെ കൂട്ടത്തിൽ ഈ യോശുവയുടെ പേര് വിട്ടുകളഞ്ഞത്? പല വ്യാഖ്യാനങ്ങളൊക്കെ അതിനുണ്ട്. ഞാൻ വ്യാഖ്യാനത്തിലേക്കെങ്കിലും കടക്കുന്നില്ല. എങ്കിലും വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ അത് എബ്രായ ലേഖന കർത്താവ് വിട്ടുപോയി എന്നുള്ളതായ ഒരു നിഗമനമാണ് നമ്മുടെ ഈ പഠനത്തിൽ ഏറ്റവും കരണീയമായിട്ടുള്ളത്. നമ്മളത് ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. അതുകൊണ്ട് ഞാനത് സൂചിപ്പിച്ചു എന്ന് മാത്രമാണ്. യോശുവയുടെ സ്ഥാനത്തെ പേരിലും പ്രവൃത്തിയിലും നമുക്ക് യേശുവിനെ കാണുന്ന സമീപനമാണ് പുതിയ നിയമ ചിന്തയിൽ അധിഷ്ഠിതമായിരിക്കുന്നത്. അതായത്, യോശുവയുടെ സ്ഥാനത്താണ് യേശു ക്രിസ്തുവിനെ കാണാനായിട്ട് പുതിയ നിയമ എഴുത്തുകാർ ശ്രമിക്കുന്നത്. ആരൊക്കെ ലോകത്തെ നയിച്ചാലും വാഗ്ദത്ത നാട്ടിൽ നമ്മെ എത്തിക്കുവാനായിട്ട് യേശു ക്രിസ്തുവിന് മാത്രമേ സാധ്യമാകൂ. അതിന്റെ ചരിത്രമാണ് യോശുവയിൽ കൂടെ കാണുന്നത്. അതായത്, ഈ മോശയിൽ കൂടെ ഇസ്രായേൽ മക്കളെ നടത്തിയെങ്കിൽ തന്നെയും അവസാനം അവരെ കനാനിൽ എത്തിക്കുന്നത് യോശുവയാണ്. അതുകൊണ്ടാണ് നമ്മൾ യേശുക്രിസ്തുവിന് നൽകിയതായ സ്ഥാനം എന്ന് പറയുന്നത്. കാരണം നമ്മെ ലോകത്തിൽ ആരൊക്കെ നയിച്ച് ആരൊക്കെ നമുക്ക് നല്ല കാര്യങ്ങൾ കാണിച്ചു തന്നാലും നമ്മുടെ ജീവിതത്തിൽ നമ്മെ അനുഗ്രഹീതമായ കനാനിന്റെ അനുഭവത്തിൽ അല്ലെങ്കിൽ ദൈവ വാഗ്ദാനങ്ങളുടെ ഭൂമിയിൽ എത്തിക്കുവാനായിട്ട് യേശുക്രിസ്തുവിന് മാത്രമേ കഴിയൂ എന്നതായ ഒരു വലിയ സന്ദേശം ഇതിൽ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. യോശുവയുടെ പുസ്തകം രചിച്ചത് ആരാണ്, അല്ലെങ്കിൽ ആരാണ് ഇത് എഴുതിയത്? ഗ്രന്ഥകർത്താവിനെ കുറിച്ച് വിമർശനാത്മകമായ ഒരു പഠനം ഇവിടെ പ്രസക്തമല്ല. അതുകൊണ്ട് അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. പുസ്തകത്തിന്റെ പേരുകൊണ്ട് മാത്രം ഇത് മുഴുവൻ എഴുതിയത് യോശുവയാണെന്ന് നമുക്ക് പറയാനായിട്ട് ചിലപ്പോൾ ചില പ്രയാസങ്ങൾ ഉണ്ടാകാം. എന്നാൽ 24-ാം അധ്യായത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഈ കാര്യങ്ങളൊക്കെ യോശുവയാണ് എഴുതിയത്. എന്നാൽ യോശുവയുടെ മരണം, അടക്കം എന്നിവയെക്കുറിച്ചുള്ള പരാമർശം ഈ യോശുവയുടെ പുസ്തകത്തിൽ കാണുന്നുണ്ട്. അപ്പോൾ പല ആളുകൾ എഴുതിയതായിരിക്കുന്ന കാര്യങ്ങളെല്ലാം യോശുവയുടെ എഴുത്തും അതിനോടുകൂടെ കൂട്ടിച്ചേർക്കപ്പെട്ടതുമായിരിക്കുന്ന പല കാര്യങ്ങൾ ഈ യോശുവയുടെ ഗ്രന്ഥരചനയ്ക്ക് മുഖാന്തരമായി എന്ന് നാം ചിന്തിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ മനസ്സിലാക്കാൻ എളുപ്പമുള്ളതായ കാര്യം. അതുകൊണ്ട് ഓതർഷിപ്പ് പ്രോബ്ലത്തിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. യോശുവയുടെ പുസ്തകത്തിലെ ചരിത്രാംശങ്ങൾ പുരാവസ്തു ശാസ്ത്ര പഠനത്തിൽ വ്യക്തമാക്കപ്പെട്ടിട്ടുണ്ട്. അതിനാൽ
യോശുവയുടെ പുസ്തകത്തിന്റെ ചരിത്ര മൂല്യം, ഹിസ്റ്റോറിക്കൽ വാല്യൂ വളരെ ശ്രദ്ധേയമാണ്. ഇസ്രായേലിന്റെ ചരിത്രത്തെ മനസ്സിലാക്കുവാൻ ഈ ഗ്രന്ഥം വളരെയധികം സഹായിക്കുന്നതായിട്ടുള്ള ഗ്രന്ഥമാണ്. ഈ ഗ്രന്ഥത്തിലെ ധാർമ്മിക പ്രശ്നങ്ങൾ, യോശുവയുടെ പുസ്തകത്തെ നാം പഠിക്കുന്ന അവസരത്തിൽ ഈ യോശുവയുടെ പുസ്തകത്തിന് ചില വ്യാഖ്യാതാക്കൾ കൊടുത്തിരിക്കുന്ന പേര് യുദ്ധങ്ങളുടെ പുസ്തകം എന്നാണ്, ബുക്ക് ഓഫ് വാർസ്. അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, അനേക യുദ്ധങ്ങൾ നടത്തിയതായിട്ട് ഈ യോശുവയുടെ പുസ്തകത്തിൽ കാണുന്നുണ്ട്. ഇസ്രായേൽ മക്കൾ അവരുടെ ശത്രുക്കളെ യഹോവയുടെ കൽപ്പന പ്രകാരം സംഹരിക്കുന്നതായി കാണുന്നു. അപ്പോൾ അവിടെ ഉയരുന്ന ഒരു ധാർമ്മിക പ്രശ്നമുണ്ട്. ദൈവം അങ്ങനെ സംഹരിക്കാനായിട്ട് കൽപ്പിക്കുമോ? കൂടാതെ ദീർഘമായ രക്തച്ചൊരിച്ചിലിന്റെ ദീർഘമായ ചരിത്രം കാണുന്നു. എന്നാൽ ഇതൊരു പ്രശ്നമായി നാം കാണാതെ യേശുക്രിസ്തുവിന്റെ പഠിപ്പിക്കലുമായിട്ട് അതിനെ കൂട്ടിച്ചേർത്ത് അന്നത്തെ സാമൂഹിക, ധാർമ്മിക, ആത്മീകമായിരിക്കുന്ന കാര്യങ്ങളെ വ്യാഖ്യാനിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഈ സങ്കീർണമായ പ്രശ്നത്തിന്റെ മറുപടി കാണാനായിട്ട് സാധ്യമാകൂ. എന്നാൽ യേശുക്രിസ്തുവിൽ കൂടെ വെളിപ്പെട്ടതായിരിക്കുന്ന സത്യങ്ങളുടെ ദർശനങ്ങൾ ഇല്ലാതിരുന്നതായ ഒരു കാലഘട്ടത്തിൽ നടന്ന സംഭവമായിട്ട് നാം ഇതിനെ കാണുന്നത് ഉത്തമമായിരിക്കും. അതേസമയം അതിനൊരു ആത്മീയ അർത്ഥമുണ്ട്. അധാർമികതയ്ക്കും തെറ്റുകൾക്കെതിരെയുള്ള പ്രവർത്തനങ്ങളായി അവർ അതിനെ വീക്ഷിച്ചിരുന്നു. യുദ്ധം യഹോവയ്ക്കുള്ളതാണ് എന്നുള്ളതായ ഒരു വലിയ സന്ദേശം ഇതിൽ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതിന്റെ അർത്ഥം സകലത്തെയും നയിക്കുന്നതും ചരിത്രത്തെ നിയന്ത്രിക്കുന്നതും നന്മയിലേക്ക് ജനസമൂഹത്തെ എത്തിക്കുന്നതും ദൈവമാണെന്നുള്ളതായിരിക്കുന്ന ആ സന്ദേശമാണ് ആ വാക്കുകളിൽ കൂടെ യോശുവയുടെ പുസ്തകം വെളിപ്പെടുത്തുന്നത്. അനുഗ്രഹവും അഭിവൃദ്ധിയും അനുസരണത്തിന്റെ അടയാളവും, ശാപവും നാശവും അനുസരണക്കേടിന്റെ ഫലവുമാണെന്ന് ഈ പുസ്തകത്തിന്റെ സംഗ്രഹമായിട്ട് നമുക്ക് പറയാം. അനുഗ്രഹവും അഭിവൃദ്ധിയും അനുസരണത്തിന്റെ അടയാളവും, ശാപവും നാശവും അനുസരണക്കേടിന്റെ ഫലവുമാണ്. ഈ സത്യത്തിന്റെ വെളിപ്പെടുത്തൽ യോശുവയുടെ പുസ്തകത്തിലെ മുഖ്യമായ ഒരു പ്രമേയമാണ്. ആത്മീക മൂല്യം ഈ ഗ്രന്ഥത്തിൻ്റെത്. യോശുവയുടെ പുസ്തകം നൽകുന്ന ആത്മീയ മൂല്യങ്ങൾ നിരവധിയാണ്. ദൈവം തന്റെ ഉടമ്പടിയുടെ നേർക്കുള്ള വിശ്വസ്തത വെളിപ്പെടുത്തുന്നവനാണ്. ഇതിന് അനേക ദൃഷ്ടാന്തങ്ങൾ ഈ പുസ്തകത്തിൽ കാണാൻ സാധിക്കും. അതായത് ദൈവം തന്റെ ജനത്തോട് പറഞ്ഞതായിരിക്കുന്ന കാര്യങ്ങളെയൊക്കെ ദൈവം നിവർത്തിക്കുന്നവനായ ദൈവമാണ്. അത് ഈ പുസ്തകത്തിലെ മുഖ്യമായിരിക്കുന്ന ഒരാശയമാണ്. ദൈവ ഉദ്ദേശ്യങ്ങൾ നടപ്പാക്കുന്നതിൽ നേരിട്ട പരാജയങ്ങൾ ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട്. അതായത് ദൈവ ഉദ്ദേശ്യങ്ങൾ നിറവേറ്റുന്നതിൽ ജനം പരാജയപ്പെട്ടതുകൊണ്ട് അവർക്ക് സംഭവിച്ചതായിരിക്കുന്ന ചില പരാജയങ്ങളുടെ ചരിത്രവും കാണുന്നുണ്ട്. മൂന്നാമതായി കരുതലിന്റെ, ദൈവികമായ കരുതലിന്റെ തെളിവാർന്ന ചിത്രങ്ങൾ ഈ പുസ്തകത്തിന്റെ മുഖ്യമായിരിക്കുന്ന ഒരു സന്ദേശമാണ്. നാലാമതായി ശിഷ്യത്വത്തിന്റെ സാദൃശ്യങ്ങൾ ഇതിൽ വിവരിക്കുന്നു. ദൈവത്തോടുള്ളതായിരിക്കുന്ന വിധേയത്വം എങ്ങനെയായിരിക്കണമെന്ന് വ്യക്തമായിട്ട് പറയുന്നു. യോശുവയുടെ പുസ്തകത്തിൽ വിവരിക്കുന്നതായ യുദ്ധങ്ങൾ, അധിനിവേശം, മറ്റുള്ളവരെ നിഗ്രഹിക്കുക തുടങ്ങിയ കാര്യങ്ങൾ ആ കാലഘട്ടത്തിന്റെ ചിന്തകൾ കൂടെ മാത്രമേ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധ്യമാകൂ. ഇനി നമുക്ക് അധ്യായങ്ങളിലേക്ക് കടന്നു വരാം. അധ്യായങ്ങളെ ചുരുക്കമായിട്ട് മാത്രമാണ് പങ്കിടുന്നത്. 24 അധ്യായങ്ങൾ യോശുവയുടെ പുസ്തകത്തിനുണ്ട്. അത് നമുക്ക് ഓരോ അധ്യായങ്ങളും വളരെ ക്രമീകൃതമായ രീതിയിൽ ഓരോ ചരിത്രത്തിന്റെയും വിവരണങ്ങളാണ്. ഈ ഗ്രന്ഥം തുടങ്ങുന്നത് കനാനിൽ പ്രവേശിക്കാൻ ഒരുങ്ങുന്ന ചരിത്രത്തോടു കൂടിയാണ്. ഇത് നമ്മൾ വായിക്കുന്ന അവസരത്തിൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഒരു വലിയ ഒരുക്കത്തിന്റെ ഒരു ചരിത്രമാണ് 1-ാം അധ്യായം. എന്നാൽ 1-ാം അധ്യായം നമ്മൾ വായിക്കുന്നതായ സമയത്ത്, അല്ലെങ്കിൽ അത് തുടരുന്നതായിരിക്കുന്ന സമയത്ത്, വളരെ ശ്രദ്ധേയമായിരിക്കുന്ന ഒരു ചരിത്രം അവിടെയുണ്ട്. അതായത് ഈ ഒറ്റുകാരായിരിക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ പോകുന്നതായിരിക്കുന്ന ആളുകൾ, റാഹബ് എന്ന ഒരു വേശ്യാ സ്ത്രീയുടെ ഭവനത്തിൽ എത്തിച്ചേരുന്നതായിരിക്കുന്ന സംഭവം. ഈ സംഭവം എന്തുകൊണ്ടാണ് അങ്ങനെ രേഖപ്പെടുത്തിയത് എന്നുള്ളത് ചിലപ്പോൾ തോന്നിയേക്കാം. പക്ഷെ അതിന് വലിയൊരു ആത്മീയ അർത്ഥമുണ്ട്. അതായത് റാഹബിനെ ഇവിടെ കാണുന്നത് മോശക്കാരിയായിരിക്കുന്ന ഒരു സ്ത്രീയായിട്ടല്ല അവതരിപ്പിക്കുന്നത്. അവൾ തെറ്റുകാരിയാണെങ്കിലും അവൾ അവിടെ തെറ്റിൽ നിന്ന് വിമോചനം പ്രാപിക്കാൻ ആഗ്രഹിക്കുകയും താല്പര്യപ്പെടുകയും ദൈവികമായ പദ്ധതിക്ക് വേണ്ടി അവൾ തന്നെ ചെയ്യാവുന്ന കാര്യങ്ങളെല്ലാം ചെയ്യുകയും ചെയ്തു. അപ്പോൾ
അവൾ നല്ല ജീവിതം നയിക്കുവാൻ ആഗ്രഹിച്ചപ്പോൾ ആ നല്ല ജീവിതത്തോട് എങ്ങനെ ക്രിയാത്മകമായി ഈ വിശ്വാസ സമൂഹവും ദൈവവും പ്രതികരിക്കുന്നു എന്നുള്ളതായിരിക്കുന്ന സംഭവത്തെ കാണിക്കുവാൻ വേണ്ടിയാണ് ഈ രാഹബ് എന്ന് പറഞ്ഞതായിരിക്കുന്ന സ്ത്രീയുടെ ചരിത്രം ഈ യോശുവയുടെ പുസ്തകത്തിന്റെ ആരംഭ ഭാഗത്ത് തന്നെ എഴുതിയിരിക്കുന്നത്. ചിലപ്പോൾ ഈ പുസ്തകം വായിക്കുന്ന ആളുകൾക്ക് തോന്നിയേക്കാം, ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു നെഗറ്റീവായിരിക്കുന്ന അല്ലെങ്കിൽ മോശമായിരിക്കുന്ന ഒരു സ്ത്രീയുടെ ചിത്രത്തോടുകൂടി ഈ നല്ല ആത്മീയ കാര്യങ്ങൾ എഴുതിയിരിക്കുന്നത്? പക്ഷേ അവരുടെ ജീവിതത്തിൽ തെറ്റുകൾ ഉണ്ടായിരിക്കാം, കുറവുകൾ ഉണ്ടായിരിക്കാം, ബലഹീനതകൾ ഉണ്ടായിരിക്കാം. ഇവിടെ അവതരിപ്പിക്കുന്ന ചരിത്രം അവൾ ആ തെറ്റിലേക്ക് പോകാനായിട്ടല്ല, നന്മയിലേക്ക് മടങ്ങി വരുവാനായിട്ട് അവളുടെ ആഗ്രഹവും താല്പര്യവും അത് എങ്ങനെ ദൈവത്തിന്റെ മുമ്പിൽ അംഗീകരിക്കപ്പെടുന്നു എന്നുള്ളതായിരിക്കുന്ന ചരിത്രവുമാണ് ഈ സ്ത്രീയുടെ വിവരണത്തിൽ കൂടെ കാണുന്നത്. നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ടതായിരിക്കുന്ന ഒരു കാര്യം, പഴയ നിയമ ചരിത്രത്തിലും പുതിയ നിയമ ചരിത്രത്തിലും രാഹബ് ശ്രദ്ധേയമാണ്. അതിൽ ഏറ്റവും ശ്രദ്ധേയമായിരിക്കുന്ന ഒരു കാര്യം, പുതിയ നിയമത്തിൽ അല്ലെങ്കിൽ മത്തായിയുടെ സുവിശേഷത്തിൽ യേശുക്രിസ്തുവിന്റെ വംശാവലി പട്ടിക, ജീനിയോളജി അവതരിപ്പിക്കുന്നുണ്ട്. ആ ജീനിയോളജി പട്ടികയിൽ രാഹബ് എന്ന് പറഞ്ഞതായിരിക്കുന്ന സ്ത്രീയെ യേശുവിന്റെ ഒരു വല്യമ്മച്ചിയായി അവതരിപ്പിക്കുന്നുണ്ട്. ലോകത്തിലെ ഒരു ചരിത്രകാരൻ പോലും ഇതുപോലുള്ളതായിരിക്കുന്ന ഒരു സ്ത്രീയെ ലോകരക്ഷകനായിരിക്കുന്ന യേശുക്രിസ്തുവിന്റെ ജീനിയോളജിയിൽ അല്ലെങ്കിൽ വംശാവലി പട്ടികയിൽ ചേർക്കാനായിട്ട് സ്വാഭാവികമായി ശ്രമിക്കത്തില്ല. എന്നാൽ ദൈവം തെറ്റ് ചെയ്യുന്നവരെയും കുറവ് ഉള്ളവരെയും ദൈവത്തിലേക്ക് മടങ്ങി വരുമ്പോൾ എങ്ങനെ സ്വീകരിക്കുന്നു, അവരെ എങ്ങനെ അംഗീകരിക്കുന്നു എന്നുള്ളതായിരിക്കുന്ന സത്യമാണ് ഈ രാഹബ് എന്നുള്ളതായിരിക്കുന്ന സ്ത്രീയെ യേശുവിന്റെ വംശാവലി പട്ടികയിൽ ചേർത്തിരിക്കുന്നത്. ഒരു വേദശാസ്ത്ര പണ്ഡിതൻ പറയുന്നത് ഹോളി ഇറഗുലാരിറ്റി എന്നാണ്. അതായത് വിശുദ്ധമായിരിക്കുന്ന ഒരു ഇറഗുലാരിറ്റി, തെറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. എന്ന് പറഞ്ഞാൽ തെറ്റിനെയും കുറവുകളെയും ഒക്കെ ദൈവം സ്വീകരിച്ച് ആ കുറവുകളെ അംഗീകരിക്കാതെ മടങ്ങി വരുന്നവരെ കഴിഞ്ഞ കാല ചരിത്രം നോക്കാതെ അംഗീകരിക്കുന്നവനായ ദൈവമാണ്. അതാണ് അവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. തുടർന്നുള്ളതായിരിക്കുന്ന അധ്യായത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ യോർദാൻ നദി കടന്നു പോകുന്ന ഇസ്രായേൽ മക്കളുടെ നടത്തിപ്പിനെ അവിടെ കാണുന്നുണ്ട്. അവർ മുൻപോട്ട് യാത്ര ചെയ്യുകയാണ്. അവർ യാത്ര ചെയ്യുന്നതായ സമയത്ത് അവർ ഒരു സ്മാരക ശിലകൾ സ്ഥാപിക്കുന്നുണ്ട്. ഇത് വളരെ അർത്ഥമുള്ളതായിരിക്കുന്ന ഒരു കാര്യമാണ്. ഈ സ്മാരക ശിലകളെല്ലാം സൂചിപ്പിക്കുന്നത് ദൈവം നടത്തിയതായിരിക്കുന്ന വഴികളെയും കരുതിയ ദിനങ്ങളെയും ദൈവത്തിന്റെ നന്മകളുടെയും പ്രതീകങ്ങളായിരുന്നു ഈ സ്മാരക ശിലകൾ. അത് കാണുമ്പോൾ അവർക്ക് ഓർമ്മ വരുന്നത് അതിരൊന്നും അല്ല ഓർമ്മ വരുന്നത്. അവർക്ക് ഓർമ്മ വരുന്നത് ദൈവം ഞങ്ങളെ നടത്തിയതിന്റെ ഓർമ്മ. ഇതിനൊരു ആത്മീയ അർത്ഥമുണ്ട്. അതായത് ഈ നാം മുൻപോട്ട് യാത്ര ചെയ്യുന്നതായ അവസരത്തിൽ നമ്മുടെ പിറകിൽ ആത്മീയതയുടെ സ്മാരക ശിലകൾ നാം അവശേഷിപ്പിച്ചതിന് ശേഷമേ മുൻപോട്ട് പോകാവൂ. അതായത് നമുക്ക് പിന്നിൽ വരുന്നതായ തലമുറകൾ നാം കടന്നുപോയതായിരിക്കുന്ന ആത്മീയ അനുഭവങ്ങളുടെ ദൃഷ്ടാന്തങ്ങൾ കാണണം. ഇസ്രായേൽ മക്കളുടെ യാത്രയിൽ അവരുടെ പുറകിൽ വന്ന ആളുകളെല്ലാം അവർ കണ്ടതായ ഒരു കാര്യമാണ്. ദൈവം നടത്തിയതിന്റെ പ്രതീകമായി അവർ അവിടെ സ്ഥാപിച്ചതായ സ്മാരക ശിലകൾ നമ്മുടെ ജീവിതത്തിൽ അതാണ്. തുടർന്ന് നമ്മൾ കാണുന്നുണ്ട്, അവരോട് വ്യക്തമായി പറയുന്നുണ്ട്, പരിച്ഛേദനയും പെസഹയുടെയും ആചരണം ഭംഗിയായി നിർവഹിക്കണമെന്നുള്ളതായ കാര്യം. ഈ പരിച്ഛേദന എന്ന് പറയുന്നത് ഈ യോശുവയുടെ സമയമായപ്പോൾ അതിനൊരു വലിയ ദൈവശാസ്ത്രപരമായ ആത്മീയമായ അർത്ഥം കൊടുത്തു. ഈ ജനതതി ഒരു വ്യത്യസ്തമായ സമൂഹമാണ്, ഒരു സ്പെഷ്യൽ പീപ്പിൾ ആണെന്നുള്ളത് സൂചിപ്പിക്കുന്നതായിരുന്നു ഈ പരിച്ഛേദന. അതായത് നിങ്ങൾ വ്യത്യസ്തമായ ഒരു സമൂഹം. അതുപോലെ തന്നെ പെസഹയുടെ ആചരണത്തെ കുറിച്ച് പറയുമ്പോൾ ആ പെസഹയുടെ ആചരണത്തിൽ അവരെ കുറിച്ച് പറയുന്നത് അവർക്ക് നൽകിയതായ വിമോചനത്തിന്റെ ചരിത്രം എന്നും ഓർക്കുവാനായിട്ട് പെസഹയുടെ ആചരണത്തിന് വലിയ അർത്ഥം കൊടുക്കുന്നതായിട്ട് കാണുന്നുണ്ട്. തുടർന്നുള്ളതായിരിക്കുന്ന യാത്രയിൽ നമ്മൾ കാണുന്നുണ്ട്, വലിയ പ്രതികൂലമായിരുന്ന യെരിഹോ മതിലിനെ തകർത്ത് യെരിഹോ പട്ടണത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുന്നതായ സാഹചര്യം. അവിടെ നമ്മൾ കാണുന്നത് അവരുടെ ശക്തി കൊണ്ട് അവർക്കൊന്നും ചെയ്യാനായിട്ട് കഴിഞ്ഞില്ല. എന്നാൽ ദൈവീകമായ ശക്തിയിൽ വിശ്വസിച്ചുകൊണ്ടാണ് ഈ യെരിഹോ മതിൽ തകർത്ത് അവർക്ക് യെരിഹോ പട്ടണത്തിലേക്ക് പ്രവേശിക്കാനായിട്ട് സാധിച്ചത്.
ഇതിനെ നൽകുന്നതായിരിക്കുന്ന ആത്മീയ അർത്ഥം നമ്മുടെ മുൻപിൽ വരുന്നതായ പ്രതിലോമങ്ങളെ ദൈവത്തോടുകൂടെ മാത്രമേ നമുക്ക് കീഴടക്കുവാനായിട്ട് സാധ്യമാകൂ. ദൈവത്തോടുകൂടെ മാത്രമേ അവിടെ വിജയം വരിക്കാനായിട്ട് സാധ്യമാകൂ. ആ വലിയ ശക്തിയുടെ പ്രതീകമായിരുന്നു അവർ തകർത്തതായ യെരിഹോ മതിൽ. അവർ ശക്തിയുള്ളതായ ദൈവത്തെ അറിഞ്ഞു. ഈ ശക്തിയുള്ള ദൈവത്തെ അറിഞ്ഞു എന്നുള്ളതിന് ഒരു വാക്കുണ്ട്. അതായത് ദൈവം അബ്രഹാമിനെ വിളിക്കുന്ന സമയത്ത് ആദ്യമായി ദൈവം അബ്രഹാമിനോട് പറയുന്ന ദൈവത്തിന്റെ ഒരു വിശേഷണമുണ്ട്. അതായത് ഐ ആം ഗോഡ് ഓൾമൈറ്റി, ഞാൻ സർവശക്തനായ ദൈവമാണ്. അതാണ് ആദ്യം അബ്രഹാമിനോട് ദൈവത്തെക്കുറിച്ച് ദൈവം പറയുന്ന ഒരു വിശേഷണം. ഈ അനുഭവമാണ് അവർക്ക് അവിടെ കൊടുക്കുവാനായിട്ട് സാധിച്ചത്. ദൈവം ശക്തിമാനായി ഞങ്ങളോടുകൂടി ഉള്ളത് കൊണ്ട് ഏത് പ്രതിലോമങ്ങളെയും ഞങ്ങൾക്ക് വിജയിക്കുവാനായിട്ട് സാധിക്കും. ഞാൻ ഇസ്രായേൽ മക്കൾ മുൻപോട്ട് പോയാൽ വളരെ സ്പീഡിൽ മുൻപോട്ട് പോവുകയാണ്. 7-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ഒരു സംഭവം കാണുന്നുണ്ട്. അവരുടെ മുൻപിലുള്ളതായിരിക്കുന്ന ഹായി പട്ടണം, ഈ ഹായി പട്ടണം ഒരു ചെറിയ പട്ടണമാണ്. അത് പിടിച്ചടക്കുന്നതിനെ കുറിച്ച് അവർ ചിന്തിച്ചു. അവർ ഈസി ആയിട്ട് പിടിച്ചടക്കാമെന്ന് കരുതി കുറച്ച് ആളുകളെ കൊണ്ട് മാത്രം പിടിച്ചടക്കാനായിട്ട് അവർ ശ്രമിച്ചു. കാരണം അധികം ആളുകളുടെ ഒന്നും ആവശ്യമില്ല. എന്നാൽ നിഷ്കരണം അവർ തോറ്റുപോയി. വളരെ വലിയതായ ഒരു പരാജയം അവർക്കുണ്ടായി. യെരിഹോ മതിൽ തകർത്തവർക്ക് ഈ കൊച്ചു പട്ടണം, അതായത് ഒരു കൈകൊണ്ട് മാത്രം കീഴടക്കാൻ സാധിക്കുന്ന ഹായി പട്ടണം കീഴടക്കാൻ സാധിക്കാതെ പോയി. ഈ ഹായി പട്ടണം കീഴടക്കാൻ കഴിയാതിരുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ളത് അവർ അന്വേഷിച്ചപ്പോൾ 7-ാം അധ്യായം 21-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ആഖാൻ എന്ന് പറയുന്നതായ ഒരു വ്യക്തിയാണ് ഈ സമൂഹത്തിന്റെ മുഴുവൻ പരാജയത്തിന് കാരണമായത്. ആഖാന്റെ പരാജയം എന്താണെന്ന് ഇവിടെ പറയുന്നുണ്ട്. ആഖാൻ പറയുന്നുണ്ട്, ഞാൻ കൊള്ളയുടെ കൂട്ടത്തിൽ വിശേഷമായൊരു ബാബിലോണിന്റെ മേലങ്കിയും 200 ശേക്കൽ വെള്ളിയും 50 ശേക്കൽ തൂക്കമുള്ള ഒരു പൊൻകട്ടയും കണ്ട് മോഹിച്ചു എടുത്തു. അവ എന്റെ കൂടാരത്തിന്റെ നടുവിൽ നിലത്ത് കുഴിച്ചിട്ടു. വെള്ളി അടിയിൽ ആകുന്നു എന്ന് പറഞ്ഞു. ഇവിടെ പ്രിയ സ്നേഹിതരെ, ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇസ്രായേൽ മക്കൾ എല്ലാം ഉപേക്ഷിച്ച് വന്ന ആളുകളാണ്. പക്ഷെ ഇപ്പോൾ അവർക്ക് വസ്ത്രത്തോടും വെള്ളിയോടും സ്വർണത്തോടും ഭൗതികമായ കാര്യങ്ങളോടും അമിതമായ ഭ്രമമുണ്ടായി. ഈ അമിതമായ ഭ്രമമാണ് അവരുടെ പരാജയത്തിന് കാരണമായത്. ഇത് വളരെ വ്യക്തമായി 7-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. ആഖാൻ കൂടാരത്തിന്റെ നടുവിൽ കുഴിച്ചിട്ടു എന്ന് പറഞ്ഞാൽ അവിടെ ജീവിതത്തിന്റെ മധ്യഭാഗത്തേക്ക് ഭൗതികമായ ആസക്തി, വസ്ത്രം, വെള്ളി, സ്വർണം തുടങ്ങിയതായിരിക്കുന്ന തിളക്കമുള്ളതായിരിക്കുന്ന ഭൗതികതയിലേക്ക് അവരുടെ ജീവിതം വഴുതി വീണപ്പോൾ ഒരു വലിയ പരാജയമാണ് അവിടെ സംഭവിച്ചത്. ഇത് നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ഉണ്ടാകാം. നമ്മുടെ ആത്മീയ ജീവിതത്തിലും ഈ ലോകത്തിന്റെ ഇതുപോലുള്ളതായിരിക്കുന്ന ഭൗതികതയോടുള്ളതായ അത്യധികമായ ആർത്തി നമ്മെ പരാജയത്തിലെത്തിക്കാം. ഇന്ന് നമ്മൾ കേൾക്കുന്നുണ്ടല്ലോ സ്വർണത്തെക്കുറിച്ചുള്ളതായ വിവാദം, നാം കേൾക്കുന്നതായ സംഭവമാണ്. അതുകൊണ്ട് ഇതുപോലുള്ളതായ ആസക്തിയിൽ നിന്നും മാറണമെന്നുള്ളതായിരിക്കുന്ന ഒരു വലിയ സത്യം അവിടെ പ്രഖ്യാപിക്കുന്നുണ്ട്. മുൻപോട്ട് പോകട്ടെ. 20-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ ദൈവികമായ ഒരു നിർദ്ദേശം യോശുവായ്ക്ക് ലഭിക്കുന്നുണ്ട്. അതായത് നിങ്ങൾ സങ്കേത പട്ടണങ്ങൾ പണിയണം, സിറ്റീസ് ഓഫ് റെഫ്യൂജ്. ഇത് വളരെ പ്രധാനപ്പെട്ടതായ ഒരു കാര്യമാണ്. നമ്മൾ പഴയ നിയമത്തിൽ നാം ശ്രദ്ധയോടെ മനസ്സിലാക്കേണ്ടതും പഠിക്കേണ്ടതുമായ ഒരു കാര്യമാണ് സങ്കേത പട്ടണങ്ങൾ, സിറ്റീസ് ഓഫ് റെഫ്യൂജ് എന്ന് പറയും. അതായത് ഒരു വ്യക്തി ഒരു തെറ്റോ കുറ്റമോ ഒക്കെ ചെയ്താൽ ആ വ്യക്തി ഓടിച്ചെന്ന് സങ്കേത പട്ടണത്തിൽ അഭയം പ്രാപിച്ചാൽ ആ വ്യക്തിയെ പിന്നീട് കുറ്റപ്പെടുത്താനാവില്ല. ആ വ്യക്തിക്ക് സുരക്ഷിതത്വമാണുള്ളത്. അവൻ അനുദപിച്ചിട്ടാണ് ഈ സങ്കേത പട്ടണത്തിൽ വന്നിരിക്കുന്നത്. എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് അതിനെ വിശദീകരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. എന്നാൽ നാം ഒരു കാര്യം അറിയണം. ഈ സങ്കേത പട്ടണങ്ങൾ എന്ന് പറയുന്നത്, സിറ്റീസ് ഓഫ് റെഫ്യൂജ് എന്ന് പറയുന്നത് യേശുക്രിസ്തുവിന്റെ വലിയൊരു പ്രതീകമാണ്. ഏതൊരു തെറ്റ് ചെയ്ത ആളിനും, കുറവുള്ളതായിരിക്കുന്ന ആളിനും, ബലഹീനനായിരിക്കുന്ന ആളിനും, പാപം ചെയ്ത ആളിനും ഓടിച്ചെന്ന് അഭയം പ്രാപിക്കാവുന്നതായ ഒരു സ്ഥാനമാണ് യേശുക്രിസ്തു എന്ന് പറയുന്നതായ സങ്കേത പട്ടണം. അതുകൊണ്ട് ഈ സങ്കേത പട്ടണത്തിന്റെ ഏറ്റവും ശക്തമായിരിക്കുന്ന ഒരു സന്ദേശം പുതിയ നിയമത്തിൽ യേശുക്രിസ്തുവാകുന്ന സങ്കേത പട്ടണമാണ്. അതിന്റെ പഴയ നിയമത്തിലെ മനോഹരമായ ഒരു പ്രതീകമാണിത്.
പെട്ടെന്ന് മുൻപോട്ട് വേണ്ട 23-ാം അധ്യായത്തിൽ യോശുവയുടെ ഒരു വിടവാങ്ങൽ സന്ദേശമാണ് നമ്മൾ കാണുന്നത്. തന്റെ കഴിഞ്ഞ കാലത്തിലേക്കൊക്കെ നോക്കിക്കൊണ്ട് അത് ചെയ്യുന്നുണ്ട്. 24-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ യോശുവ തന്റെ ജനതയെക്കുറിച്ച് സന്തോഷിക്കുന്നില്ല, അല്പം ദുഃഖിക്കുന്നുണ്ട്. കാരണം ആ കാലഘട്ടമായപ്പോഴേക്കും അനേകം ആളുകൾ വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിച്ചു. അന്യ ദൈവങ്ങളെയൊക്കെ സേവിക്കുന്നവരായിട്ട് അവർ തീർന്നുപോയി. അങ്ങനെ വന്നതായിരിക്കുന്ന അവസരത്തിൽ ഇവിടെ നമ്മൾ കാണുന്നുണ്ട്, യോശുവ പറയുന്നൊരു വാക്കുണ്ട്, യഹോവയെ സേവിക്കുന്നത് നന്നല്ലെന്ന് നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ നദിക്കക്കരെ വെച്ച് നിങ്ങളുടെ പിതാക്കന്മാർ സേവിച്ച ദേവന്മാരെയോ നിങ്ങൾ പാർത്തു വന്നിരുന്ന ദേശത്തിലെ അമോര്യരുടെ ദേവന്മാരെ ആരെ സേവിക്കുമെന്ന് തിരഞ്ഞെടുത്തുകൊള്ളുവിൻ. ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. ഇത് വ്യക്തമായിരിക്കുന്ന ഒരു മുന്നറിയിപ്പാണ്. അതായത് അനേകം ആളുകൾ അമോര്യ ദൈവങ്ങളിലേക്കൊക്കെ മടങ്ങിപ്പോയി. അത് യോശുവ കണ്ടുകൊണ്ട് ദുഃഖത്തോടുകൂടിയാണ് പറയുന്നത്, നിങ്ങൾ ആരെ തെരഞ്ഞെടുക്കുമെന്നുള്ളത് നിങ്ങൾ തെരഞ്ഞെടുത്തുകൊള്ളുവിൻ. എന്നാൽ ഒരു കാര്യത്തിൽ ഞാൻ വ്യക്തമായി പറയാൻ ആഗ്രഹിക്കുന്നു, ഞാനും എൻ്റെ ഭവനവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. എത്ര മനോഹരമായിരിക്കുന്ന ഒരു ആശയമാണ്! എന്തുറപ്പോടെയാണ് ഇത് പറയുന്നത്! ഇത് നാം വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കണം. ഇസ്രായേൽ ജനസമൂഹത്തിന് ദൈവം എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും നൽകി കനാനിന്റെ സൗഭാഗ്യത്തിൽ അവരെ എത്തിച്ചപ്പോൾ അവരിൽ പല ആളുകളും അമോര്യ ദൈവങ്ങളിലേക്ക്, മറ്റു ദൈവങ്ങളിലേക്കൊക്കെ വഴുതി പോകുന്നതായിരിക്കുന്ന സംഭവത്തെ കണ്ടുകൊണ്ട് ദുഃഖിച്ചാണ് യോശുവ ഇത് പറയുന്നത്. മാത്രമല്ല 24-ന്റെ 22-ൽ പറയുന്നുണ്ട്, യഹോവയെ സേവിക്കേണ്ടതിന് നിങ്ങൾ അവനെ തെരഞ്ഞെടുത്തിരിക്കുന്നു എന്നതിന് നിങ്ങൾ തന്നെ സാക്ഷികൾ. അതായത് ദൈവത്തിന്റെ സാക്ഷികളായി നിങ്ങളെ ആക്കിയിരിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് നിസ്സാരമായിരിക്കുന്ന ഒരു കാര്യമല്ല. ഇത് പുതിയ നിയമത്തിന്റെ ഒരു ആശയമാണ്. ക്രിസ്തു സഭയെ ദൈവമാക്കിയിരിക്കുന്നത് ലോകത്തിന്റെ മധ്യത്തിൽ സാക്ഷികളായിട്ടാണ്. വി ആർ ദ വിറ്റ്നസ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. കർത്താവിന്റെ സാക്ഷികളായിട്ട് നമ്മെ ആക്കിയിരിക്കുന്നു. 24-ന്റെ 29-ൽ യോശുവയുടെ മരണവൃത്താന്തം രേഖപ്പെടുത്തുന്നു. അവനെ അടക്കിയതായ ശ്മശാന ഭൂമിയിൽ അവന്റെ ശ്മശാന ഭൂമിയിൽ അവനെ അടക്കം ചെയ്തു എന്ന് പറയുന്നുണ്ട്. ഇതിന് വലിയ അർത്ഥമുണ്ട്. മോശയെ എവിടെയാണ് അടക്കിയതെന്ന് ആർക്കും അറിയാൻ പാടില്ല. എന്നാൽ യോശുവയെ എവിടെയാണ് അടക്കിയത് എന്നുള്ളത് വ്യക്തമായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇതിനൊരു ആത്മീയർത്ഥമുണ്ട്. യേശു ക്രിസ്തുവിനെ അടക്കിയതായ കല്ലറ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. മോശയെ കാണാൻ സാധിക്കുന്നില്ല. ലോകരക്ഷകനായിരിക്കുന്ന യേശു ക്രിസ്തുവിന്റെ ശക്തമായിരിക്കുന്ന പ്രതീകമായിട്ട് ഈ യോശുവയെ പഴയ നിയമത്തിൽ നാം കാണുമ്പോൾ അവിടെ യേശു ക്രിസ്തുവിനെയാണ് പുതിയ നിയമത്തിൽ കാണാനായിട്ട് സാധിക്കുന്നത്. ഞാൻ എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. ഈ പുസ്തകത്തിൽ താക്കോൽ വാക്യമായിട്ട് ചില 3-4 വാക്യങ്ങൾ പറയുന്നുണ്ട്. അതുകൂടെ പറയുന്നു. 1-ാം അധ്യായം 5-ാം വാക്യത്തിൽ ദൈവം യോശുവയോട് പറയുന്നുണ്ട്, ഞാൻ മോശയോടുകൂടി ഇരുന്നത് പോലെ നിന്നോട് കൂടെ ഇരിക്കും. 1-ന്റെ 8-ൽ പറയുന്നുണ്ട്, ന്യായപ്രമാണ പുസ്തകത്തിലുള്ളത് നിന്റെ വായിൽ നിന്ന് നീങ്ങിപ്പോകരുത്, രാവും പകലും അത് ധ്യാനിച്ചുകൊണ്ടിരിക്കണം. അതായത് ഞാൻ മോശയോട് ഇരുന്ന പോലെ നിന്നോട് കൂടെ ഇരിക്കും. എന്നാൽ നിന്റെ ജീവിതം വിജയിക്കണമെന്നുണ്ടെങ്കിൽ ന്യായപ്രമാണ പുസ്തകത്തിലുള്ളത് മഞ്ഞു പോകാതെ, അതായത് മറന്നു പോകാതെ രാവും പകലും നീ അത് ധ്യാനിക്കണം. അതായത് ദൈവത്തിന്റെ വചനം ജീവിതത്തിന്റെ ആഴങ്ങളിലേക്ക് പ്രവേശിക്കണമെന്നാണ് പറയുന്നത്. 11-ന്റെ 23-ൽ കാണുന്നുണ്ട്, ഇങ്ങനെ യുദ്ധം തീർന്നു, ദേശത്തിന് സ്വസ്ഥത വന്നു. ദൈവം സ്വസ്ഥത തന്നെങ്കിൽ മാത്രമേ ദേശത്ത് സ്വസ്ഥത ഉണ്ടാകാനായിട്ട് സാധിക്കത്തുള്ളൂ. 24-ന്റെ 15-ാം വാക്യം നമുക്ക് പരിചിതമായ വാക്യമാണല്ലോ, ഞാനും എൻ്റെ ഭവനവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. വളരെ മനോഹരമായിരിക്കുന്ന ഒരു പുസ്തകമാണ് യോശുവയുടെ പുസ്തകം. അതിൽ യേശു ക്രിസ്തുവിന്റെ പ്രതീകമായിട്ടാണ് യോശുവയെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ദൈവം രക്ഷകൻ. അങ്ങനെയെങ്കിൽ യേശു രക്ഷകനാണ്. അതാണ് നാം മനസ്സിലാക്കേണ്ടത്. ഇസ്രായേൽ സമൂഹത്തെ കനാനിലേക്ക് പ്രവേശിപ്പിച്ചത് യോശുവ ആണെങ്കിൽ, ലോകരക്ഷകനായ യേശു ക്രിസ്തു ലോകത്തെ മുഴുവനായിട്ട് കർത്താവിലേക്ക്, ദൈവത്തെങ്കിലേക്ക് അടുപ്പിക്കുന്നവനും പ്രവേശിപ്പിക്കുന്നവനുമായിട്ടുള്ള രക്ഷകനാകുന്നു എന്നതായ സന്ദേശം ഇതിൽ കൂടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൽ നാം സൂക്ഷിക്കേണ്ടതായ ചില മുന്നറിയിപ്പുകൾ, ചില ചിന്തകളൊക്കെ യോശുവയുടെ പുസ്തകത്തിലുണ്ട്. വളരെ ധ്യാനാത്മകമായിരിക്കുന്ന ഈ 24 അധ്യായമുള്ള പുസ്തകം ഈ കുറഞ്ഞ സമയം കൊണ്ട് ഏകദേശമായി നിങ്ങൾക്ക് വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ സഹായകരമായ ചില ചിന്തകൾ മാത്രമാണ് ഞാൻ പങ്കിട്ടത്. എന്നെ ശ്രദ്ധയോട് കേട്ടതിലുള്ളതായിരിക്കുന്ന എൻ്റെ നന്ദിയും സ്നേഹവും എനിക്ക് അവസരം നൽകിയ പ്രിയപ്പെട്ടവരോടുള്ളതായ എൻ്റെ ആത്മാർത്ഥമായ കടപ്പാടും അറിയിച്ചുകൊണ്ട് വാക്കുകളെ ഉപസംഹരിക്കുന്നു.